ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു കിഡിലൻ ചിപ്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ചൂട് ചായയുടെ കൂടെയും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ചക്കക്കുരു വെച്ചിട്ട് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം ചെയ്യും. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ഒരു സ്ലൈസർ. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു 100 സംതിങ് റേറ്റൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ലൈസർ വെച്ചിട്ട് നല്ല തിന്നായിട്ട് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് കണ്ടല്ലോ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ കണ്ടില്ലേ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഒരു ചെറിയൊരു ഐറ്റം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് വെള്ളം, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം തന്നെ ഒരൽപ്പം ഉപ്പ്, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചിപ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വറക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പും മഞ്ഞളും നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചക്ക വറവിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വറുത്ത് കോരിയതിന് ശേഷം ഒരൽപ്പം ഉപ്പ് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ അതൊന്ന് ഒതുങ്ങി വരട്ടെ, നല്ല പോലെ ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കണ്ടില്ലേ നല്ല പോലെ ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ഒതുങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് നീര് തെളിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും. ഹെൽത്തി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ റെഡിയാക്കി എടുത്തതല്ല കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ നല്ല ശുദ്ധമായ എണ്ണയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കുമ്പോൾ അത് ഹെൽത്ത് തന്നെ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസത്തോടു കൂടെ നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ എണ്ണയൊക്കെ നല്ല പോലെ ഒരു പദമൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടില്ലേ നല്ല ഗിലഗിലാന്നുള്ള സൗണ്ടിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ. വളരെ സിമ്പിളായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. ഇതൊന്ന് റെഡിയായി വരട്ടെ. നല്ല നാടൻ കറിവേപ്പില, ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമ്മുടെ മക്കൾക്കും നമുക്കും നല്ല കറുമുറായിട്ട് നല്ല കിലുകിലായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ചക്കക്കുരു ചിപ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു ചിപ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൊള്ളി ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ വളരെ കുറച്ച്. ഇതിന് പകരം നിങ്ങൾക്ക് ചാട്ട് മസാല കയ്യിലുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് മുളക് പൊടി, കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എല്ലാ വശവും ഒന്ന് മിക്സ് ചെയ്ത് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു ചിപ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും ചക്കക്കുരു കളയാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിഡിലൻ നൈറ്റാണ്. അതുമാത്രമല്ല ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരൈറ്റം കൂടെയാണ് ചക്കക്കുരു ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കയും അതേപോലെ മാങ്ങയൊക്കെ നല്ലപോലെ കിട്ടുന്ന സീസണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.